നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 151 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 131 പേർ രോഗമുക്തി നേടി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും വിശ്രമരഹിതമായ അധ്വാനമാണ് കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൻ്റെ അടിത്തറകളിലൊന്ന്. ലോകത്തിൻ്റെ നാനാകോണുകളിലും ജീവൻ വരെ ബലികൊടുത്താണ് ആരോഗ്യ പ്രവർത്തകർ കോവിഡിനെതിരെ പടപൊരുതുന്നത്. ലോക്ക്ഡൗൺ പിൻവലിച്ചതിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ തിരികെ എത്തിത്തുടങ്ങിയതോടെ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവില്ലെന്നും മരണനിരക്ക് വലുതായി വർദ്ധിച്ചിട്ടില്ല എന്നതും നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നേക്കാം. ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും തുടർന്നും കോവിഡ് വ്യാപനത്തെ ചെറുക്കാൻ മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പുണ്ട്. ഡോക്ടർ BC റോയിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ആത്മാർപ്പണം ചെയ്യുന്ന ഡോക്ടർമാരാണ് ഈ ദിനത്തിൽ ആദരിക്കപ്പെടുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ ഡോക്ടർമാർ സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ലോകം ആദരിക്കുന്ന കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൻ്റെ കീർത്തിയുടെ വലിയൊരു പങ്കും നമ്മുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് അവകാശപ്പെട്ടതാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ഡോക്ടർമാർ കേരളത്തിൽ മാത്രമല്ല മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പല ലോകരാജ്യങ്ങളിലും സേവനത്തിൻ്റേതായ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരിയെ ചെറുക്കുന്നതിൽ ലോകരാജ്യങ്ങളെ സഹായിക്കുന്നത് അവിടങ്ങളിലെ മലയാളി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ്. ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. ഈ ദുരിത നാളുകളിലും നമ്മുടെ അംബാസഡർമാരായി നിലകൊണ്ട് ധീരമായ സേവനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. അവരെ ആകെ ഈ ദിനത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് രോഗം ബാധിച്ചവരിൽ 86 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 81 പേർ, സമ്പർക്കം വഴി 13 പേർ. ജൂൺ 27 കോഴിക്കോട്ട് ആത്മഹത്യ ചെയ്ത നടക്കാവ് സ്വദേശി കൃഷ്ണൻ്റെ സ്രവ പരിശോധനാ ഫലം പോസിറ്റീവായിട്ടുണ്ട്.
ഫലം പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: മലപ്പുറം 34, കണ്ണൂർ 27, പാലക്കാട് 17, തൃശ്ശൂർ 18, എറണാകുളം 12, കാസർഗോഡ് 10, ആലപ്പുഴ 8, പത്തനംതിട്ട 6, കോഴിക്കോട് 6, തിരുവനന്തപുരം 4, കൊല്ലം 3, വയനാട് 3, കോട്ടയം 4, ഇടുക്കി 1. ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 3, കൊല്ലം 21, പത്തനംതിട്ട 5, ആലപ്പുഴ 9, കോട്ടയം 6, ഇടുക്കി 2, എറണാകുളം 1, തൃശ്ശൂർ 16, പാലക്കാട് 11, മലപ്പുറം 12, കോഴിക്കോട് 15, വയനാട് 2, കണ്ണൂർ 13, കാസർഗോഡ് 16. കഴിഞ്ഞ 24 മണിക്കൂറിനകം 6564 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ 4593 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളത് 2130 പേരാണ്. 1,87,219 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2831 പേർ ആശുപത്രികളിലാണ്. ഇന്ന് 290 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 1,81,780 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. 4042 സാമ്പിളുകളുടെ റിസൾട്ട് വരാനുണ്ട്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 50,448 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 48,448 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 124. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലവിലുള്ള പൊന്നാനിയിൽ പോലീസ് കർശന ജാഗ്രത പുലർത്തി വരികയാണ്. ഉത്തരമേഖല IG അശോക് യാദവ് പൊന്നാനിയിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. പച്ചക്കറി കടകൾ ഉൾപ്പെടെ 5 കടകൾക്ക് വീതം മാത്രമാണ് താലൂക്കിലെ ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കാൻ അനുവാദമുള്ളത്. ഈ കടകളുടെ മൊബൈൽ നമ്പർ പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാധന സാമഗ്രികൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഓർഡർ നൽകും. ഒരു വാർഡിൽ 2 പേരെന്ന കണക്കിൽ ജില്ലാ കലക്ടർ പാസ് നൽകിയ വളണ്ടിയർമാർ കടകളിൽ നിന്ന് സാധന സാമഗ്രികൾ വീട്ടിലെത്തിച്ച് നൽകും. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് പൊന്നാനി താലൂക്കിൽ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമനുസരിക്കാതെ രോഗികളെ ഡിസ്ചാർജ് ചെയ്തതിന് പൊന്നാനി താലൂക്കിലെ ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാർഡ് തല സമിതികളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവർ നാട്ടിലേക്ക് പോകുമ്പോൾ വാർഡ് തല സമിതികളെ അറിയിക്കണം.
മാസ്ക് ധരിക്കാത്ത 5373 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 15 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. തീവണ്ടികളിലും മറ്റും വരുന്നവർ ക്വാറന്റൈൻ ഒഴിവാക്കാൻ ശ്രമം നടത്തുന്നതായി വിവരമുണ്ട്. അത് അപകടകരമാണ്. നല്ല ജാഗ്രതയോടെ അത്തരം നീക്കങ്ങൾ കണ്ടെത്തി തടയും. പൊതു ഓഫീസുകൾ അണുവിമുക്തമാക്കാൻ കുടുംബശ്രീയുടെ സേവനം പ്രയോജനപ്പെടുത്തും. ടെലിമെഡിസിൻ ആരംഭിച്ചത് ഈ ഘട്ടത്തിൽ ആശുപത്രികളിൽ പോകാൻ കഴിയാത്ത രോഗികൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. അത് പ്രാദേശിക തലത്തിലും വ്യാപിപ്പിക്കണം. എല്ലായിടത്തും അതിനുള്ള സൗകര്യം വേണം. സ്വകാര്യ ആശുപത്രികളെ ഇതിൻ്റെ ഭാഗമാക്കും. കോവിഡ് ചികിത്സ ഇപ്പോൾ നടത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. ഇതിൻ്റെ അനുഭവം സ്വകാര്യ മേഖലയ്ക്ക് കൂടി പങ്കുവെക്കും. ഈ ഘട്ടത്തിൽ ജോലിക്ക് പോകാത്ത സർക്കാർ ജീവനക്കാരും അധ്യാപകരും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം ജില്ലാ കലക്ടർമാർ ഉറപ്പുവരുത്തണം. എല്ലാ പഞ്ചായത്തിലും ജീവനക്കാർ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കണം. ഇപ്പോൾ പ്രതിരോധ പ്രവർത്തന രംഗത്തുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർക്ക് ഇത് വലിയ പിന്തുണയാകും. കാസർഗോഡ് ജില്ലയിൽ ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഇടപെടൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവിടെ അധ്യാപകർ വാർഡ് തല സമിതികളുടെ ഭാഗമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ്. ഈ മാതൃക മറ്റ് ജില്ലകളിലും പിന്തുടരണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ്. സമൂഹവ്യാപനത്തിൻ്റെ ആശങ്കയിൽ നിന്ന് നാം മുക്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടതുണ്ട്. പ്രതിരോധശേഷി കുറഞ്ഞവരും മറ്റ് രോഗങ്ങളുള്ളവരും പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നവരാണ്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇടപെടും. ഫീൽഡ് തല നിരീക്ഷണവും റിപ്പോർട്ടിങ്ങും കൂടുതൽ ഫലപ്രദമാക്കും. നിരീക്ഷണത്തിലുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ വിവരവും ശേഖരിക്കും. ആംബുലൻസുകൾ ആവശ്യത്തിന് ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കും. പരാതികൾ വരുന്നിടത്ത് ഇടപെട്ട് നടപടി സ്വീകരിക്കും. എവിടെ ബന്ധപ്പെട്ടാൽ ആംബുലൻസ് ലഭ്യമാകും എന്നതിൽ കൃത്യത വരുത്തും. സംസ്ഥാനത്ത് മെയ് 7 ശേഷം ഇന്നലെ വരെ 870 വിമാനങ്ങളും 3 കപ്പലുകളും വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. 600 ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ്. ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വന്നത് UAE നിന്നാണ്. 446 വിമാനങ്ങളിലായി 73,212 പേരാണ് വന്നത്. കോഴിക്കോട്ട് 222, കൊച്ചിയിൽ 201, കണ്ണൂരിൽ 104, തിരുവനന്തപുരത്ത് 67 വിമാനങ്ങളെത്തി. ആകെ വന്ന
1,43,147 പേരിൽ 52% തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്. വിസ കാലാവധി തീർന്ന 46,257 പേരെത്തി. കേരളം ഇന്നലെ വരെ 1,543 ഫ്ലൈറ്റുകൾക്കാണ് അനുമതി പത്രം നൽകിയിട്ടുള്ളത്. കൂടുതൽ വിമാനങ്ങൾക്കായി അനുമതി പത്രം ലഭിക്കുന്നുണ്ട്. ആർക്കും നിഷേധിക്കുന്നില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവന നൽകുന്നവരാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളി സഹോദരങ്ങൾ. ആളോഹരി വരുമാനം കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. 2018 സർവേ പ്രകാരം ഒരു വർഷം പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന തുക 85,000 കോടി രൂപയാണ്. ഇപ്പോൾ അത് 1,00,000 കോടി രൂപയിൽ അധികമായിരിക്കും. 2018 കണക്ക് പ്രകാരം സാമ്പത്തിക അവലോകനമനുസരിച്ച് കേരളത്തിലെ ബാങ്കുകളിലെ പ്രവാസി നിക്ഷേപം 1,69,944 കോടി രൂപയാണ്. പ്രവാസികളുടെ നിക്ഷേപം കേരള വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനും തിരികെ എത്തുന്ന പ്രവാസികൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനും ഈ സർക്കാർ വന്ന ശേഷം നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ അറിവും കഴിവും വികസനത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ലോക കേരള സഭ രൂപീകരിച്ചത്. ഇതുകൂടാതെ തിരിച്ചു വരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനും ഒട്ടേറെ നടപടികൾ സർക്കാർ സ്വീകരിച്ചു. കോവിഡ് മഹാമാരി ഈ രംഗത്ത് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. സാമ്പത്തികാഘാതം എല്ലാ രാജ്യങ്ങളിലെയും വ്യവസായ വാണിജ്യ സംരംഭങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് കൂടുതൽ പേർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ഈ പ്രശ്നം സർക്കാർ ഗൗരവമായി വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രീം കേരള എന്ന പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വിദേശങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന വലിയ വിഭാഗം പ്രൊഫഷണലുകളുണ്ട്. വിവിധ തൊഴിലുകളിൽ അന്താരാഷ്ട്ര വൈദഗ്ധ്യം നേടിയവരും സംരംഭങ്ങൾ നടത്തി പരിചയമുള്ളവരുമാണ് ഇവരിൽ നല്ല പങ്ക്. ഇവരുടെ കഴിവിനെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ടാകും. തിരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്നത് സംബന്ധിച്ച് ഹാക്കത്തോൺ നടത്തും. ഓരോ ആശയവും
നടപ്പാക്കുന്നതിൽ വിദഗ്ധോപദേശം നൽകുന്നതിന് യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതിക്ക് രൂപം നൽകും. ആശയങ്ങൾ സമർപ്പിക്കാൻ 1 മാസത്തെ സമയമാണ് നൽകുക. നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി വിലയിരുത്തി അതത് വകുപ്പുകൾക്ക് ശുപാർശ നൽകും. തിരഞ്ഞെടുക്കപ്പെട്ട ആശയങ്ങളിൽ വകുപ്പുകൾ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കും. ഇതിനുവേണ്ടി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കും. മുഖ്യമന്ത്രി ചെയർമാനായ കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, കെ കൃഷ്ണൻകുട്ടി, രാമേന്ദ്രൻ കടന്നപ്പള്ളി, എ കെ ശശീന്ദ്രൻ, ചീഫ് സെക്രട്ടറി, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ അംഗങ്ങളായിരിക്കും. പദ്ധതി നടത്തിപ്പിന് ഡോക്ടർ കെ എം അബ്രഹാം ചെയർമാനായി വിദഗ്ധ സമിതിയും രൂപീകരിക്കും. മുരളി തുമ്മാരുകുടി, ഡോക്ടർ സജി ഗോപിനാഥ്, എസ് ഡി ഷിബുലാൽ, ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകൻ, സി ബാലഗോപാൽ, ടെർമോ പെൻബോൾ സ്ഥാപകൻ, സാജൻ പിള്ള, ബൈജു രവീന്ദ്രൻ, അബ്ദുൾ റസാഖ്, വി കെ സി ഗ്രൂപ്പ് ഇവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കുക. പദ്ധതി നടത്തിപ്പിന് സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഡ്രീം കേരള ക്യാമ്പയിൻ, ഐഡിയത്തോൺ ജൂലൈ 15 മുതൽ 30 വരെ. സെക്ടറൽ ഹാക്കത്തോൺ ആഗസ്റ്റ് 1 മുതൽ 10 വരെ. തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികൾ വെർച്വൽ അസംബ്ലിയിൽ അവതരിപ്പിക്കൽ ആഗസ്റ്റ് 14. പദ്ധതി നിർവഹണം 100 ദിവസം 2020 നവംബർ 15 പൂർത്തിയാക്കണം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ പഠന പ്രക്രിയ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് മുഖേന നടപ്പാക്കുന്നതിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി. KSFE വിദ്യാശ്രീ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുക. 15,000 രൂപ സലയും 500 രൂപ മാസ അടവുമുള്ള 30 മാസത്തെ സമ്പാദ്യ പദ്ധതി ഇതിനുവേണ്ടി KSFE ആരംഭിക്കും. കുടുംബശ്രീയുമായി ചേർന്നാണ് ഇത് പ്രാവർത്തികമാക്കുക. പദ്ധതിയിൽ ചേർന്ന് 3 മാസം തവണകൾ അടക്കുന്നവർക്ക് 15,000 രൂപ പരമാവധി വിലയുള്ള ലാപ്ടോപ്പ് KSFE മുഖേന വായ്പയായി നൽകും. വായ്പയുടെ പലിശ 4%. ഇത് KSFEയും 5% സർക്കാരും വഹിക്കും. ഈ പദ്ധതി വഴി ലാപ്ടോപ്പ് വാങ്ങുന്ന കുട്ടികൾക്ക് വിവിധ വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സബ്സിഡി ലഭ്യമാക്കാനും ശ്രമിക്കും. 2018 മഹാപ്രളയവും 2019 കാലവർഷക്കെടുതികളും നേരിടുന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവജന സമൂഹം അഭിമാനകരമായ പങ്കാണ് വഹിച്ചത്. ഇവരുടെ ത്യാഗമനോഭാവവും മനുഷ്യസ്നേഹവും വിവിധ രംഗങ്ങളിലുള്ള വൈദഗ്ധ്യവും ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3,43,000 പേരുള്ള സാമൂഹ്യ സന്നദ്ധ സേന രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ വർഷം ജനുവരി 1 ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. ഇതിന് യുവജനങ്ങളിൽ നിന്ന്
മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. ഇതിനകം തന്നെ 3,47,000 പേർ വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തു. ഇവരിൽ വലിയ പങ്ക് 18-നും 35-നും ഇടക്ക് പ്രായമുള്ളവരാണ്. യുവസമൂഹത്തിന് ദിശാബോധം നൽകാനും അവരെ ഭാവി നേതാക്കന്മാരായി വളർത്തിയെടുക്കുന്നതിനും ലക്ഷ്യം വെച്ച് യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി സ്ഥാപിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്ക് ഭരണരംഗത്തും നിയമകാര്യങ്ങളിലും പരിശീലനം നൽകുക, വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഭരണഘടനയെപ്പറ്റിയും പ്രധാന നിയമങ്ങളെപ്പറ്റിയും അറിവ് നൽകുക, ദുരന്ത പ്രതികരണത്തിലും വിവിധ തൊഴിലുകളിലും യുവാക്കൾക്ക് പരിശീലനം നൽകുക. ഇത്തരം ലക്ഷ്യങ്ങളായിരിക്കും യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിക്കുണ്ടാവുക. ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിന് സാമൂഹ്യ സന്നദ്ധ സേനാ ഡയറക്ടർ അമിത് മീണയെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാൻ തീരുമാനിച്ചു. വിദഗ്ധർ ഉൾപ്പെടുന്ന ഗവേണിംഗ് ബോഡി ഇതിനുവേണ്ടി രൂപീകരിക്കുന്നതാണ്. ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് കാലത്തേക്കുള്ള സ്പെഷ്യൽ നിരക്ക് നിർദ്ദേശങ്ങൾ ഈ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിഗണിച്ച് സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മിനിമം ചാർജിൽ മാറ്റമില്ല. നിലവിലുള്ള മിനിമം ചാർജ് 8 രൂപ എന്നത് തുടരും. എന്നാൽ മിനിമം ചാർജിൽ സഞ്ചരിക്കാവുന്ന ദൂരം നിലവിൽ 5 മീറ്ററാണ്. അത് 2.5 കിലോമീറ്ററായി കുറക്കും. 2.5 കിലോമീറ്ററായി കുറച്ചിട്ടുണ്ട്. കിലോമീറ്റർ ചാർജ് നിലവിലുള്ള 70 പൈസ എന്നത് കമ്മീഷൻ ശുപാർശ ചെയ്ത നിരക്കായ 90 പൈസ എന്ന് അംഗീകരിച്ചു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് നിലവിലുള്ളത് തന്നെ തുടരും. ഇതിൻ്റെ വിശദാംശങ്ങൾ ഗതാഗത മന്ത്രി പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 2020-21 അധ്യയന വർഷത്തിലെ പാഠപുസ്തക വിതരണം ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ നീണ്ടുപോയിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ പാഠപുസ്തക വിതരണം പൂർത്തിയായി. പത്തനംതിട്ടയിൽ 48%, കോഴിക്കോട് 38%, കോട്ടയം 27.69%, കണ്ണൂർ 23.5%. ഇത്തരത്തിലാണ് വിതരണം നടന്നിട്ടുള്ളത്. കാസർഗോഡ് 18.62%, കൊല്ലത്ത് 11.74% വിതരണം നടന്നിട്ടുണ്ട്. സംസ്ഥാനമാകെ 54.94% വിതരണം നടന്നിട്ടുള്ളത്. പാഠപുസ്തകങ്ങൾ സമ്പൂർണ്ണമായി 15 ദിവസത്തിനുള്ളിൽ വിതരണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന SSLC ഫലത്തിൽ വിജയശതമാനം 98.82%. ഇത് റെക്കോർഡാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഘട്ടത്തിൽ പോലും സമയബന്ധിതമായി പരീക്ഷ നടത്താനും റെക്കോർഡ് വേഗത്തിൽ ഫലപ്രഖ്യാപനം നടത്താനും കഴിഞ്ഞതിൽ വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിക്കുന്നു. പരീക്ഷകളിൽ പങ്കാളികളായ എല്ലാ കുട്ടികളെയും കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിയ അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷാകർത്താക്കളെയും വിവിധ വകുപ്പുകളെയും ഇതിനെല്ലാം സഹായിച്ചവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണ്. കോവിഡ് കാലമായതിനാൽ തുടർ പഠനത്തിനാവശ്യമായ ചില സർട്ടിഫിക്കറ്റുകളുടെ
ലഭ്യത എളുപ്പമല്ല. അതുകൊണ്ട് പ്രവേശന ഘട്ടത്തിൽ നേരത്തെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് CPIയുടെ മുൻ MLAമാരും MP-മാരും വിവിധ സംഘടനകളും ചേർന്ന് 24,25,976 രൂപ നൽകിയിട്ടുണ്ട്. കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 4,54,592 രൂപ. ഹംദ മുഹമ്മദ് നവാസ് ദ മോഡൽ സ്കൂൾ അബുദാബി 3 ലക്ഷം രൂപ. കോഴിക്കോട് ജില്ലയിലെ റിട്ടയേർഡ് റവന്യൂ ജീവനക്കാരുടെ കൂട്ടായ്മ ഓർമ്മ 1 ലക്ഷം രൂപ. ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് 50,001. കേരള മഹിളാ സംഘം തലയോലപ്പറമ്പ് 41,452 രൂപ. കേരള സ്റ്റേറ്റ് ടാങ്ക് ലോറി വർക്കേഴ്സ് യൂണിയൻ CITU ചേളാരി യൂണിറ്റ് 61,000 രൂപ. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ.